നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ക്രൈസ്തവ സമുദായത്തെ നശിപ്പിക്കുവാനുള്ള കുതന്ത്രങ്ങളുമായുള്ള തീവ്ര ശക്തികളുടെ നിലപാടുകൾക്കെതിരെ വളരെ ഗൗരവകരമായ മുന്നറിയിപ്പാണ് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുറവിലങ്ങാട് പള്ളിയിൽ നടന്ന എട്ടുനോവ് തിരുനാളിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ നൽകിയത്. കേരള കത്തോലിക്ക സഭയിലെ വളരെ മുതിർന്ന മെത്രാനാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗൗരവമുണ്ട്. ഒരു നല്ല ഇടയൻ്റെ കടമ തൻ്റെ ആടുകളെ ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷിച്ച് നല്ല വഴിക്ക് നടത്തുക എന്നതാണ്. ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തൻ്റെ വിശ്വാസി സമൂഹത്തിന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നൽകിയ മുന്നറിയിപ്പ് എങ്ങനെയാണ് മതസ്പർദ്ധയ്ക്ക് കാരണമാകുന്നത്? മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ ഈ പ്രസ്താവനയുടെയും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കടത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു നാർക്കോട്ടിക് ജിഹാദിൻ്റെ വാസ്തവമെന്ന്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ്, റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, KCBC മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട്, കാസയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ വർഗീസ് വള്ളിക്കാട്ട്, നമുക്കറിയാം മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇന്നലെ കുറവിലങ്ങാട് പള്ളിയിൽ മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് നൽകിയ പ്രസംഗം ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ചർച്ചയായിരിക്കുകയാണ്. എന്തായിരുന്നു പിതാവിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ സാരാംശം? ഏത് സാഹചര്യത്തിലായിരുന്നു തിരുനാൾ കുർബാനമത്തി ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും പിതാവ് ആ പ്രസ്താവന നടത്തിയത്? ഫാദർ വർഗീസ് വള്ളിക്കാട്ട്. അഭിനന്ദ പിതാവിന്റെ ഇന്നലെ എട്ടുനോമ്പ് വീടലിന് കുറവിലങ്ങാട് പള്ളിയിൽ വെച്ച് നടത്തിയ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വളരെ ആനുകാലിക പ്രസക്തമായ സന്ദേശമാണ് കല്ലറങ്ങാട്ട് പിതാവ് നൽകിയത്. എട്ടുനോമ്പിന്റെ പശ്ചാത്തലത്തെ ആണ് അദ്ദേഹം ആദ്യമായിട്ട് തന്നെ തന്റെ പ്രസംഗത്തില് വിവരിച്ചത്. എങ്ങനെയാണ് 8-9 നൂറ്റാണ്ടുകൾ മുതൽ കേരള സഭയിൽ ശക്തമായ ഒരു പാരമ്പര്യമായി എട്ടുനോമ്പ് അനുഷ്ഠാനം വളർന്നു വന്നത്, അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്തായിരുന്നു, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിലെ പെൺകുട്ടികൾ അവരുടെ ചാരിത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരും അവരുടെ മാതാപിതാക്കളും അനുഷ്ഠിച്ചു വന്ന ഒരു നോമ്പ് ആണ് എട്ടുനോമ്പ് കേരളത്തിന്റെ സാഹചര്യത്തിൽ. അങ്ങനെ ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ടായതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാരണം, അന്ന് ഇവിടെ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന കൊടുങ്ങല്ലൂർ പ്രദേശത്ത്, അവിടെയാണല്ലോ അന്ന് ശക്തമായ ക്രൈസ്തവ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ആ പ്രദേശത്ത് തന്നെ കച്ചവടത്തിന് കടന്നു വന്ന അറബികളായിട്ടുള്ള കച്ചവടക്കാർ, അവർ വൻതോതിൽ നാട്ടുകാരായിട്ടുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും അവരെ ഭാര്യമാരാക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ മുറുകെ പിടിക്കുന്നതിനും ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്ന വിവാഹ ബന്ധങ്ങൾ അത് ഒഴിവാക്കുന്നതിനും, അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം ഒരു വളരെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള എട്ടുനോമ്പ് അനുഷ്ഠിച്ചു വരുന്നത്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലും ഇതിന് സമാനമായിട്ടുള്ള പലതും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം എടുത്തു കാണിച്ച 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദുമായിരുന്നു. ഈ 2 കാര്യങ്ങളും നമ്മൾക്ക് സുപരിചിതമാണ്. ലവ് ജിഹാദ് എന്നുള്ള വിഷയം കേരളത്തിൽ കുറെ കാലമായി കേരളത്തിലെ കത്തോലിക്ക സഭയിൽ നിന്ന് അഭിനന്ദ പിതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. KCBC നേരത്തെ തന്നെ ഇതേ പറ്റിയിട്ട് നിലപാടുകൾ എടുക്കുകയും ഇതിന്റെ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് പല മേഖലകളിലും ഇതിന് അനുസരിച്ചുള്ള ഒരു ആധിപത്യ പ്രവണത വളർന്നു വരുന്നു. യഥാർത്ഥത്തിൽ അതാണ് വാസ്തവം. ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് ഒരു ചെറിയ വിഭാഗമെങ്കിലും വളരെ മതപരമായി റാഡിക്കലൈസ് ചെയ്യപ്പെടുകയും, അങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം മറ്റുള്ളവരുടെ മേൽ, ആ സമുദായത്തിനുള്ളിലും ഇതര സമുദായങ്ങളുടെ മേലും ആധിപത്യം നേടുന്നതിനുള്ള ഒരു വലിയ ബോധപൂർവമായ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇക്കാര്യവും ഇതിനു മുൻപ് പല അവസരത്തിലായി കേരളത്തിൽ ക്രൈസ്തവ നേതൃത്വം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്.
അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, ഒരുപക്ഷെ അതിന്റെ ലക്ഷ്യം ഒരു ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആധിപത്യമായിരിക്കാം. ഇപ്പോൾ പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒക്കെ ഐഡിയോളജിയിൽ തന്നെ അത്തരം ഐഡിയൽസ് ആണുള്ളത്. ഒരു അള്ളാഹുവിന്റെ സർവാധിപത്യം സമൂഹത്തിൽ സ്ഥാപിക്കണമെങ്കിൽ അള്ളാഹു നേരിട്ട് വന്ന് അത് സ്ഥാപിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പൊരുതുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ജിഹാദികൾ എന്ന് അവർക്ക് ഇസ്ലാമിക പാരമ്പര്യത്തിലും പൊതുസമൂഹത്തിൽ ഇപ്പോൾ ആ പേര് ഏതാണ്ട് സുപരിചിതമാണ്. അത്തരം ജിഹാദുകൾ രൂപപ്പെട്ടു വരികയും ആ ജിഹാദുകൾ വഴി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഒരു ആധിപത്യം വളർത്തിയെടുക്കുകയും ഇവിടെ ഇപ്പോൾ ഒരു സായുധ സമരത്തിലൂടെയോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു രീതിയിലേക്കോ വളരെ പെട്ടെന്ന് അത്തരം ഒരു ആധിപത്യം, ഇന്ത്യ പോലെ ശക്തമായിട്ടുള്ള ജനാധിപത്യ മതേതരത്വ ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എളുപ്പമല്ല എന്ന് ഇവിടെയുള്ള റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് ചരിത്രപരമായി തന്നെ അറിയാം. അതുകൊണ്ട് അത്തരം പ്രസ്ഥാനങ്ങൾ എപ്പോഴും എടുക്കുന്നത് പൊതുസമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള നിലപാടുകളിൽ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് നുഴഞ്ഞു കയറുകയും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും അവിടെ തങ്ങളുടെ ഒരു നേതൃത്വവും അധീശത്വവും സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുകയാണ്. അതേസമയം തന്നെ ഇതിനാനുപാതികമായി മറ്റൊരു വശമുള്ളത്, മറ്റ് സമുദായങ്ങളെ, അവരുടെ ആശയഗതികളോട് പൊരുത്തപ്പെടാത്ത മറ്റ് സമുദായങ്ങളെ ദുർബലപ്പെടുത്തുന്ന അതിനുവേണ്ടിയുള്ള ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ഒരുപക്ഷെ ലവ് ജിഹാദും മറ്റും അതിന്റെ ഭാഗമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വളരെയേറെ പെൺകുട്ടികൾ മറ്റൊരു സമുദായത്തിലേക്ക് മാറുകയും അങ്ങനെ ക്രൈസ്തവ സമുദായത്തിൽ ഒരു അസ്വസ്ഥത വളർന്നു വരികയും തങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും ഒക്കെ അത്ര നല്ലതല്ല, അതിനേക്കാൾ നല്ല ഒരു വിശ്വാസത്തിലേക്കോ പാരമ്പര്യത്തിലേക്കോ ഒക്കെയാണ് ഈ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പ്രചരണം നടത്തി ക്രൈസ്തവ വിശ്വാസത്തെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ബോധപൂർവമായ ശ്രമമുണ്ട്. ഒരുപക്ഷെ ഫാദർ വർഗീസ് ഉള്ളക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ പി സി ജോർജ്, മാർ ജോസഫ് കല്ലറങ്ങാട്ട് 8 നോമ്പിനോടനുബന്ധിച്ച് നൽകിയ ആ ഒരു സന്ദേശം നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നിന്ന് ഇത്രയും ശക്തമായി ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചുമുള്ള ഈ ഒരു പ്രസ്താവന ആദ്യമായിട്ടാണ്. നമുക്കറിയാം, താങ്കൾ ഷെക്കേന ബിഗ് ഡിബേറ്റ് ഉൾപ്പെടെയുള്ള വേദികളിൽ ക്രൈസ്തവ സമുദായം നേരിടുന്ന ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയ വ്യക്തിയാണ് താങ്കൾ. താങ്കളുടെ തന്നെ രൂപതാധ്യക്ഷനാണ് ഇന്നലെ അത്തരമൊരു പ്രസ്താവന അതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചത്. പിതാവിൻ്റെ പ്രസ്താവനയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീ പി സി ജോർജ്? ഞാനതിനകത്ത് കാണുന്നത് എന്താണെന്നറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 3-4 മാസം മുമ്പ് മുതൽ വളരെ ശക്തമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് അദ്ദേഹത്തിന്റെ കുർബാനയ്ക്കിടയിലുള്ള പ്രസംഗത്തിൽ ഇന്നലെ കൊറങ്ങാട് പള്ളിയിൽ വെച്ച് പറഞ്ഞത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇനിയും ലവ് ജിഹാദം ഉണ്ട് എന്ന് ഞാൻ പറയപ്പോ ഭയങ്കര തർക്കം ഇപ്പൊ ഉണ്ടെന്നുള്ള എല്ലാവരും സമ്മതിച്ചു. തർക്കമൊന്നും ആർക്കും ഇല്ല. നാർക്കോട്ടിക് ജിഹാദ്, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനേറെ ശ്രദ്ധിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ വെറുതെ ഒന്നും ഒരിക്കലും അഭിപ്രായം പറഞ്ഞ ആളല്ലേ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈരാറ്റുപേട്ടയില് ഞാൻ അരുവത്ര പള്ളിയുടെ മുൻവശത്ത് നിന്ന് മുകളിലോട്ട് കയറുന്ന റോഡാണ് TBയിലേക്കുള്ള റോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കാര്യം, ഞാൻ അവിടെ കാറ് കൊണ്ടുവന്നതിന് മുഴുവൻ ബ്ലോക്കാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് വണ്ടി സ്ലോ ആയി. അതിൽ ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിറഞ്ഞ് പിള്ളേർ അങ്ങ് അറ്റം വരെ ഇരിക്കുക. ഞാൻ വേറെ നമ്മുടെ ചില്ലിനകത്ത് സംസാരിച്ചു, ഈ കൊട്ടയം കെട്ടിയൊക്കെ വെച്ച് നിങ്ങൾ മാറ്റി വിടുമെന്ന് പറഞ്ഞു. നോക്കിയത് മുഴുവൻ നല്ല മണമാണ് കഞ്ചാവിന്റെ. ഒന്ന് ആലോചിച്ച്, ഞാൻ തന്നെ പിള്ളേരെ ഇറങ്ങി അവിടെ മുതൽ ഇവിടെ മക്കളെ ഈ കഞ്ചാവിന് നിർത്തണം, അനുവദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ മാത്രമല്ല പോലീസ് കൊണ്ട് എല്ലാവരും ഓടിപ്പിക്കുകയോ അത്രയൊക്കെ ചെയ്യേണ്ടി വന്നു. എനിക്ക് ദുഃഖം ഉണ്ടാക്കി ചെയ്യേണ്ടി വന്നത്. ഇത് എന്താണെന്നറിയാൻ നടക്കുന്നത് കേരളത്തില് അല്ല, ഇവിടെ നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് എന്താ? ഇപ്പൊ പറയും മുസ്ലിങ്ങളെ കുറ്റം പറയും. മുസ്ലിം കുറ്റം പറയാൻ ഞാനില്ല. മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വൃത്തികെട്ടവന്മാർ, അവരെ പറയാതിരിക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞാൽ നിങ്ങളെ പൂക്കിയിടുമെന്ന് പറയാനൊന്നും PCR പേടിക്കുന്നില്ല, അതുകൊണ്ട് പറയുക. ഇപ്പൊ അമ്മമാർ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നുണ്ട് താലിബാൻ. അവിടെ അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരികൾക്കിടയിൽ മുസ്ലിങ്ങളാണല്ലോ. അവരുടെ ഇടയിൽ തന്നെ പാകിസ്ഥാന്റെ ISI ഉൾപ്പെടെ ഇറങ്ങി അവരെ നിർജ്ജീവമാക്കിക്കൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഓടിക്കേറി ആ രാജ്യങ്ങൾ പിടിച്ചടക്കി നിർത്തി അവര്.
അവിടെ അവർ ചെയ്തിരിക്കുന്നത് എന്താ? അതാ മനസ്സിലാക്കേണ്ട സംഭവം. അവിടെ ഇന്ത്യ ഉൾപ്പെടെ UN ഭീകരവാദികളെ പട്ടികപ്പെടുത്തിയ 17 പേരെ മന്ത്രിമാരായിട്ട് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചിരിക്കുക. എങ്ങോട്ടാ പോക്ക്? എങ്ങോട്ട് പോകുന്നു? അതായത് ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? ഇവിടെ നടക്കില്ലാത്തോലും ഉണ്ടാക്കുക. മനസ്സിലായോ? ഞാൻ ഒരു കാരണം നടക്കുന്നിവിടെ നടത്തും. ഈരാറ്റുപേട്ട എന്റെ മുനിസിപ്പാലിറ്റി. ഈരാറ്റുപേട്ടയിൽ 97% മുസ്ലിങ്ങളാണ്. ഇവിടെ വളരെ ചുരുക്കം പേരുണ്ട് ഈ തീവ്രവാദികളൊക്കെ ശരിയാ. പക്ഷേ നടന്നൊരു കാര്യമുണ്ട്. എന്താ? വർഷങ്ങൾക്ക് മുമ്പ് നോമ്പ് കാലത്ത് കോയ എന്ന് പറയുന്ന ഒരാള്, ആ കോയയുടെ പേര് മലപ്പുറം പറയുന്നത്, എല്ലാവരും അറിയട്ടെ, എല്ലാവർക്കും അറിയാം ആ കോയ. അവിടെ കോളേജ് റോഡിൽ ഒരു ഉച്ചയ്ക്ക് ചോറുണ്ടായാലും പൊറോട്ട കിട്ടാനായിട്ട് ഒരു കടയിൽ മിനിറ്റ് വെച്ച് മുസ്ലിങ്ങളെല്ലാം കൂടെ വന്ന് അടിച്ചു തകർത്ത് അത് തീയിട്ടു. ഞാൻ ചോദിക്കുന്നത്, ഈരാറ്റുപേട്ടയിൽ നോമ്പ് കാലത്ത് വേറെ മനുഷ്യൻ വന്ന ഒന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് പറയും, ഇവർക്ക് എന്താ അവകാശം? നേരെ മറിച്ച് അവിടെ മോശമായി പന്നിയിറച്ചി കൊണ്ടെങ്കിൽ ഞാനും എതിർത്തേ. കാരണം ഒരു സമുദായത്തിന് ഇഷ്ടമില്ലാത്തവ ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കരുത്, ഞങ്ങൾ നോമ്പാകുന്നത് നിങ്ങൾ പട്ടിണി കിടക്കണം എന്ന് പറയാൻ ഏത് മുസ്ലിമിന് അവകാശം? ഇത് എന്ത് അറേബ്യൻ രാജ്യമല്ലോ? ഇത് അഫ്ഗാനിസ്ഥാനിലെ പോലെ തന്നെയല്ലേ നടന്ന വേട്ടല്? നിഷേധിക്കാൻ പറ്റുമോ? ആ നിലയിലേക്ക് പോകാമോ? അന്ന് കോയയെ തീ വെച്ചുകൊണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നു. ഞാൻ കോയയെ അവിടെ നിന്ന് ഓടിച്ചു. അവൻ നിർവഹിക്കാൻ ഞാൻ നീ അടിച്ച് പൂക്കൃത്തിലാണെന്ന് ഞാൻ ആ കട നിർത്താൻ ശ്രമിച്ച ആളാ. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കും, എന്തിനെങ്ങനെ അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് മറ്റ് മതസ്ഥർ ഈരാറ്റുപേട്ട വരാൻ പാടില്ലെന്ന് പറയുന്നത് തുല്യമല്ലേ? അത് വരുന്ന നഷ്ടം എന്താ? ഈരാറ്റുപേട്ട കച്ചവടം തുടങ്ങി ഈരാറ്റുപേട്ടക്കാർ മാത്രം കച്ചവടം ഈരാറ്റുപേട്ട സാധനം ചെലവാകുമോ? അവിടെ ഈ ചുറ്റുമുള്ള മതസ്ഥരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ വരണ്ടേ, ക്രിസ്ത്യാനിയൊക്കെ വരണ്ടേ? അവർ വരുന്നില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ അവർ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടുക എന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും വരുമോ? അപ്പൊ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാതെ വിവരം കേട്ട രീതിയിലുള്ള ഈ പ്രവർത്തനം വലിയ അപകടകരമാണ്. ഈ ലവ് ജിഹാദ് അഭിമന്യ പിതാവ് എന്ന് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടതല്ലേ? ഞാൻ ഒരു 3 മാസമായിട്ട് പറയുന്ന കാര്യം എന്നേക്കാൾ ശക്തമായി അഭിമന്യ പിതാവ് പറഞ്ഞു എന്നതിലാണ് എനിക്ക് അഭിമാനം. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പേര് വെച്ച് അദ്ദേഹം 2 പെൺകുട്ടികൾ, ഒരു ഹിന്ദു പെൺകുട്ടികളെയും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ പേര് വെച്ച് പറഞ്ഞു. അവരെവിടെ? പിതാവ് ചോദിച്ചു. പത്രത്തിൽ വന്നു. അവര് അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഇപ്പൊ ജയിലിൽ ഇറങ്ങി കാണും. ജീവിച്ചിരിപ്പുണ്ടോ? കൊന്നൊന്നും നടക്കില്ല. ഇവിടുന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാ. പക്ഷെ സൗദിയിൽ അഫ്ഗാനിസ്ഥാനിൽ പോയി തീവ്രവാദികൾക്ക് ശരീരം കൊടുക്കുക പോരെ വിചാരിച്ചാണ് ഇപ്പൊ അങ്ങോട്ട് പോയത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുക്കുട്ടുറയിലെ ജസ്റ്റ് എന്തി 3 കൊല്ലായി. അപ്പനും കുടുംബക്കാരെല്ലാം കരഞ്ഞു. അവിടെ പോയി കാണുന്നില്ല. എന്തിനു കൂടുതൽ പറയുന്നു? നമ്മുടെ BJP ആയിരിക്കുന്ന ബെഹ്റ എന്താ പറഞ്ഞത്? ബെഹ്റ തന്നെ പറഞ്ഞു കേരളത്തിൽ 100 കൂടുതൽ പോയിന്റുകളുണ്ട്. ഏത്? സ്ലീപ്പിംഗ് പോയിന്റുകൾ. ഇതുകൊണ്ട് എന്നാ പറയേണ്ടത്? ഇവിടെ എവിടെ അവസരം കിട്ടും അവിടെ പോയി തുളഞ്ഞു കയറും. ഇത് വളരെ അപകടകരമായ നിലയാണ്. ഒരു 50% ആയി കഴിഞ്ഞാൽ ബാക്കി അടിച്ചു കയറ്റി. അത് തന്നെയല്ല, മുസ്ലിങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് പോയി വേറെ കാര്യം പറഞ്ഞ് സ്ഥലം മേടിച്ച് അവിടെ ഈ പാലായില്ലേ, ഞാൻ പാലായിൽ മുസ്ലിങ്ങൾ പള്ളി ഉണ്ടാക്കുമ്പോ മുസ്ലിങ്ങൾക്ക് കട കൊടുക്കാൻ ഞാൻ എന്റെ പേര് വാഴക്കെടുത്ത് വെച്ച് മുസ്ലിങ്ങൾ കടയുണ്ടാക്കിയവരെ. അത് എല്ലാ മതത്തിനുണ്ട്. അങ്ങനെ മത വിരോധം കാണിക്കാൻ പാടില്ല. പക്ഷെ വൃത്തികേട് കാണിക്കാൻ പറയാതിരിക്കാൻ പറ്റുമോ? അവിടെ ഇങ്ങനെ ചെയ്ത് എന്താ? അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു 2 ഏക്കർ സ്ഥലം മേടിച്ചു. ഒരു 5-6 വീട് പണിതു. ആ വീട് പണി കൊടുത്ത് വ്യത്യാസം ബാങ്ക് വിളിച്ചപ്പോൾ അവിടെ പള്ളി വന്നത് നിയമവിരുദ്ധമാണ്. ആരും പരാതി ഒന്നും കൊടുത്തില്ല. തീരുമാനിക്കുന്നുണ്ട്. കളക്ടർ അനുവാദമില്ല, പള്ളി വെക്കാൻ പാടില്ല കേരളത്തിൽ. പക്ഷെ പള്ളി വെച്ചു. ഞാനതിന്റെ ആളുകൾ വെച്ച് ഞാൻ ദൈവത്തോർത്ത് അവർ നിസ്കരിക്കട്ടെ. കാരണം ഞാൻ അതിനെ അനുകൂലിച്ച് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രില്യൻ്റ് ഉണ്ട് അവിടെ 100 കണക്കിന് മുസ്ലിം കുട്ടികളുണ്ട്. അവരൊന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഗുണം കിട്ടുള്ളവരുണ്ട്, എതിർക്കരുത് ഞാൻ പറഞ്ഞു. ഞാൻ പറയാം, അത് നല്ല നിലയിൽ വെക്കാൻ പാടില്ലേ? അവിടെ ആളുകളായിട്ട് ആലോചിച്ചാൽ ഒരു പള്ളി വെക്കണം, അതിന് സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഞാൻ വില മേടിച്ചു കൊടുക്കാമല്ലോ. പള്ളി വെക്കണം. അതിന് ഈ ഒളിച്ചു കച്ചവടം ചെയ്യുമ്പോഴാണ് അതിനകത്തെ കുഴപ്പം. മനസ്സിലായോ? ആളുകൾ സംശയം തോന്നും. ഏതായാലും ഇപ്പോഴത്തെ പോക്ക് വളരെ അപകടകരമാണ്. ലവ് ജിഹാദ് കൊണ്ട് ഈ നാർക്കോട്ടിക് ജിഹാദ് അതിലും അപകടമാണ്. ഞാൻ തിരിച്ചു വരാം. ഈ അപകടകരമായ പ്രവണതയ്ക്കെതിരെ ശക്തമായ ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ശ്രീ PC ജോർജ് നൽകുന്നത്. ശ്രീ ജോർജ് ജോസഫ്, പിതാവിൻ്റെ ഒരു പ്രസ്താവനയെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു സീറോ മലബാർ സഭയിലെ തന്നെ ഒരു വളരെ ശക്തനായുള്ളൊരു മെത്രാനാണ് മാർ ജോസഫ് കലരങ്ങാട്ട്.
ആ പിതാവാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഈ നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ അടുത്ത കാലത്ത് അരങ്ങേറിയ ചില സംഭവങ്ങൾ, 3000 കോടിയുടെ ലഹരി മരുന്ന് കേരള തീരത്തുനിന്ന് പിടിക്കുന്നു. 3 ആഴ്ച മുമ്പ് MDMA ബന്ധപ്പെട്ട് കൊച്ചിയിൽ അറസ്റ്റ് നടക്കുന്നു. 2020 ഡിസംബറിൽ വാഗമണിലെ ഒരു നിശ പാർട്ടിയിൽ നിന്ന് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ നടക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ താങ്കൾ സർവീസിലായിരിക്കുന്ന ഒരു കാലഘട്ടം കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ ഒരു കേരള സമൂഹത്തിൽ ഈ ലഹരി മരുന്ന് കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്ന് വേട്ടയൊക്കെ എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട് ശ്രീ ജോർജ് ജോസഫ്? കേരളത്തില് നമ്മള് ഓരോ ദിവസം പത്രത്തിലും ചാനലിലും കാണാം MDMA ഇത്ര കോടിയുടെ പിടിച്ചു, അതേസമയത്ത് നാർക്കോട്ടിക്സ് ഡ്രഗ്സുകൾ ഇത്ര ലക്ഷം രൂപ ഇത്ര കോടിയുടെ പിടിച്ചു. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെയൊക്കെ വരവ് എവിടുന്നാണ്? ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ തന്നെയാണ്. ആ താലിബാന്റെ നമ്മൾ ആലോചിച്ചോണം, താലിബാന്റെ വരുമാനം മുഴുവൻ അവരുടെ 90% വരുമാനം ലോകത്തിലെ നാർക്കോട്ടിക്സ് വിൽക്കുകയാണ്. ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ തക്ക വണ്ണമുള്ള നാർക്കോട്ടിക് ശേഖരം അവർക്കുണ്ട്. അത് മുഴുവൻ പല രാജ്യങ്ങളിലും വിറ്റിട്ടാണ് താലിബാന്റെ സാമ്പത്തികമായ സ്രോതസ്സുകൾ ഓപ്പൺ ചെയ്യുന്നത്. കേരളത്തിൽ നമ്മൾ ആലോചിച്ചോണം, കഴിഞ്ഞ PC ജോർജ് MLA അദ്ദേഹം ഒക്കെ നേരത്തെ പറഞ്ഞപ്പം എനിക്ക് ചില അവിശ്വസനീയമായ കാര്യമായിട്ട് തോന്നി. കാരണം അദ്ദേഹം തുടക്കത്തിലെ ഇത് പറഞ്ഞെങ്കിലും കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് IS കേരളത്തിൽ നിന്ന് 27 പേര് ചേർന്നു. കാസർഗോഡ്, പാലക്കാട്, എറണാകുളം. അതിനകത്ത് ക്രിസ്ത്യൻ കുട്ടികളുമുണ്ട്. ആ ക്രിസ്ത്യൻ കുട്ടികളെ കല്യാണം കഴിച്ചിരിക്കുന്നതൊക്കെ മുസ്ലിം കുട്ടികൾ തന്നെയാണ്. എന്നിട്ടാണ് ആ കുട്ടികൾ എങ്ങനെ അവിടെ ചെന്ന് ചേർന്നെന്ന് എനിക്കറിയില്ല. അവരെ വിദേശത്ത് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ മലയാളികളെല്ലാം ഓടിയായിട്ട് പുറകെ പോകും. വിദേശത്ത് എവിടെ ജോലി കിട്ടാനും മലയാളികൾ ഇങ്ങനെ വ്യഗ്രതയോടെ നടക്കും. പക്ഷേ IS താലിബാനിലും ചേർന്നെന്നുള്ളതാണ്. അടുത്ത ദിവസം നമ്മൾ താലിബാന്റെ പോരാട്ടത്തിനിടയ്ക്ക് 2 പേര് മലയാളത്തിൽ സംസാരിച്ച നമ്മൾ കണ്ടു. ശ്രീ തരൂർ MP കൃത്യമായിട്ട് അത് നിരീക്ഷിച്ചിട്ട് വരുന്ന മലയാളികൾ ആ കൂടെ ഉണ്ട്, ഞാനത് സപ്പോർട്ട് ചെയ്ത് യൂട്യൂബിൽ പറഞ്ഞു. അപ്പൊ മലയാളികളെ ഇവിടുന്ന് കടത്തുന്നത്, ഭൂരിപക്ഷം ഇവിടുന്ന് പോയിരിക്കുന്നതെല്ലാം ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് തന്നെയാണ്. കല്ലറങ്ങാട്ട് പിതാവ് അത് 2 പേര് എടുത്തു വെച്ച്, എനിക്ക് 27 പേരുടെ പേരറിയാം, ഞാനത് പറയുന്നില്ല. പക്ഷെ ഇതിനോട് പ്രതികരിക്കാതിരിക്കാൻ ഒക്കില്ല. നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള കുട്ടികളാണ് ഭൂരിപക്ഷവും ഈ ലവ് ജിഹാദിലും ഇതിലൊക്കെ ചെന്ന് ചാടിക്കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റു സമുദായത്തില് ആരെങ്കിലും ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ ശക്തമായ പ്രതിരോധം ഉണ്ട്, അതിനുള്ള ആളുകളുണ്ട്, അവർക്ക് ഭയമാണ്. പക്ഷെ ക്രിസ്ത്യൻ സമുദായത്തില് എപ്പോഴും നമുക്കറിയാം, നമ്മുടെ ശത്രുക്കളെ വരെ നമ്മൾ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടത്തെ കുട്ടികളെ കൺവേർട്ട് ചെയ്ത് IS വേണ്ടി കൊണ്ടുപോയതിലൂടെ ആരും ചോദിക്കാനില്ല എന്നൊരു ധാരണയുണ്ട്. പക്ഷെ അത് മാറണം. പക്ഷെ നമ്മുടെ മതം പഠിപ്പിക്കുന്നതും ക്രിസ്ത്യൻ സമുദായത്തിന് ബൈബിൾ പഠിപ്പിക്കുന്നതും ക്രിസ്തു പഠിപ്പിച്ചതെല്ലാം ശത്രുക്കളെ വരെ സ്നേഹിച്ച് അവരുടെ മനം മാറ്റാനാണ്. ആ ഒരു ഗ്യാപ്പ് ദുരുപയോഗം ചെയ്തിട്ട് ഇവിടുത്തെ പല കുട്ടികൾക്ക് മോഹന വാഗ്ദാനം നൽകി ആ മതത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് അവര് പോയിക്കോട്ടെ, നമുക്ക് തടസ്സമില്ല, ആ മതത്തിലോട്ട് പോയിക്കോട്ടെ. പക്ഷെ തീവ്രവാദം, ലോകത്തെ നശിപ്പിക്കാൻ തീവ്രവാദം നടത്തുന്നവരെ അവിടെ പോയി അവരുടെ ആയുധങ്ങൾ എടുത്ത് യുദ്ധം ചെയ്യാനും കൊല്ലാനും തുനിയുന്നവരാണ്. അതിനെയാണ് നമുക്ക് എതിർപ്പ് വരുന്നത്. നമുക്ക് ഏത് മതത്തിനും PC ജോർജ് MLA അദ്ദേഹം പറഞ്ഞ പോലെ ഏത് മതത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും, ആയിക്കോട്ടെ. മനുഷ്യന് ശാന്തിയും സമാധാനവും കിട്ടുന്നതിനും നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നതിനും ഹിന്ദു സമുദായവും ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നമുക്കറിയാം. പക്ഷെ ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാര് മത തീവ്രതയിലോട്ട് ചാടിയിട്ട് ജിഹാദിന്റെ ഒരു വാല് പിടിച്ച്, എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ തീവ്രമായ പ്രവൃത്തി ചെയ്യുകയാണ്. അത് മനുഷ്യനെ കൊല്ലുകയും നശിപ്പിക്കുകയും നിഷ്കരണം അവരെ വധിച്ചു പോയി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുകയാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. പാകിസ്ഥാനിലും അത് തന്നെ അവസ്ഥ. അപ്പൊ ഇതിനോട് നമുക്ക് പ്രതികരിക്കാതിരിക്കുള്ള, അത് ക്രിസ്ത്യൻസ് മാത്രമല്ല പ്രതികരിക്കണ്ടേ, എല്ലാ ജനങ്ങളും മുസ്ലിമിലുള്ള ആൾക്കാരും പ്രതികരിക്കണം. തീവ്രവാദ മത സ്വഭാവം ക്രിസ്ത്യാനികളായാലും ശരി, മുസ്ലിംസ് ആയാലും ശരി, ഹിന്ദുക്കളായാലും ശരി. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ ജോർജ്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഈ ലഹരിക്കടത്തും ഈ മയക്കുമരുന്ന് വേട്ടയും ഒക്കെ കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് അതിന് കാരണം ശ്രീ ജോർജ് ജോസഫ്? അത് നമുക്കറിയാം, ഒരു പ്രത്യേക സമുദായത്തിന്റെ ഇൻകമാണത്. കാരണം കൂടുതൽ സാധനങ്ങൾ പല മാർഗത്തിൽ കൂടെ വരികയാണ്.
അത് വന്നിട്ട് അത് വിൽക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ ഗ്രാമങ്ങളിലെല്ലാം MDS ഉം MDMA എല്ലാം കിട്ടും. കുട്ടികൾ മുഴുവൻ നമുക്കറിയാം, നിരന്തരം നമ്മൾ കാണുകയാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള മദ്യവും ഡ്രഗ്സും ഉപയോഗിച്ചിട്ട് എല്ലാ കുടുംബങ്ങളും കലുഷിതമായി. മിക്കവാറുമുള്ള എല്ലാ കുടുംബത്തിലും കൊലപാതകങ്ങളും ദൈനംദിനം നമ്മൾ കാണുകയാണ്. ഈ അടുത്ത ദിവസം നമുക്ക് പണിക്കർക്കുടിയിലെ ഇടുക്കിയിലെ നമ്മൾ കണ്ടല്ലോ, അവിടെ ഒരു നാദിർ ഷാ എന്ന് പറഞ്ഞൊരു ബോയ് അവിടുത്തെ മറയൂര് ഒരു ലേഖ തോമസ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് സ്നേഹമായിരുന്നു എന്ന് പറയുന്നു. അവര് ആ ഭ്രമരം പോയിന്റിൽ വന്നിരുന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു. ആത്മഹത്യ ശ്രമിച്ചു കഴിഞ്ഞപ്പം രണ്ടുപേരും കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ചിട്ട് അങ്ങോട്ട് താഴോട്ട് എടുത്തു ചാടിയെന്നാണ് പത്രവാർത്ത ആദ്യം വന്നത്. പക്ഷെ എടുത്തു ചാടി ആ പെൺകുട്ടിയുടെ നിലവിളി കേട്ടിട്ട്, കരച്ചിൽ കേട്ടിട്ട് അവിടെ വന്ന സഞ്ചാരികളെല്ലാം കൂടെ പറഞ്ഞിട്ട് ആ കുട്ടിയെ കൈമുറിഞ്ഞ് രക്തത്തിൽ കുളിച്ചു കിടന്ന ആ കുട്ടിയെ കരക്കെടുത്ത് അല്ലെങ്കിൽ മുകളിലോട്ട് എടുത്തോണ്ട് വന്നു. പക്ഷെ ആ കുട്ടി അന്നേരം പറഞ്ഞ എന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അങ്ങോട്ട് ഒരു താഴെ മലയുടെ അടിവാരത്തിലേക്ക് വീണിട്ടുണ്ട്. അവിടെ മരിച്ചു കിടക്കുന്ന ഈ നാദിർ ഷാ എന്നാണ് എന്റെ ഓർമ്മ, പയ്യന്റെ പേര്. എന്തായാലും ശരി, ആ മുസ്ലിം കുട്ടി അവിടെ. ഇപ്പൊ ആ പെൺകുട്ടി, ആ ടീച്ചർ ഇപ്പം സ്വബോധത്തോടെ പോലീസിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇയാളുമായിട്ട് അല്പം സ്നേഹം ഉണ്ടായിരുന്നു, പ്രണയം ഉണ്ടായിരുന്നു, എനിക്ക് മരിക്കാൻ മനസ്സില്ലായിരുന്നു. അയാൾ നിർബന്ധിച്ച് എന്റെ കൈയിലെ ഞരമ്പ് മുറിച്ചതാണെന്ന് ഇപ്പം മൊഴി കൊടുത്തിരിക്കണം. നമ്മൾ നോക്കിക്കണം, എങ്ങനെ വന്നാലും ശരി ആ കുട്ടിയുടെ മരണമാണ് അയാൾ ആഗ്രഹിച്ചത്. അതൊരു മതം മാറ്റിയോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചോ പോകാനല്ല തീരുമാനിക്കുന്നത്, അത് ആ കുട്ടിയെ നശിപ്പിക്കാൻ തന്നെ തീരുമാനം എടുക്കുന്നത്. ഇതുപോലെ ധാരാളം 27 ചെറുപ്പക്കാർ ഇവിടെ പോയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പെൺകുട്ടിയുടെ അമ്മ സുപ്രീം കോടതി വരെ പോകാനായിട്ട് ദൈനംദിനം ചാനലിലൊക്കെ കരഞ്ഞുകൊണ്ട് അവരുടെ മകളെ ഇവിടുന്ന് കടത്തി അവിടെ പോയി അതിനെ അവിടുത്തെ താലിബാനിലുള്ള ഈ താലിബാൻ പോരാളികളുടെ കൂടെ അതിനെ വിട്ടിട്ട് ഇപ്പം ആ കുട്ടി ജയിലിൽ കിടക്കുന്നു. ആ ജയിലിൽ തുറന്നു വിട്ടപ്പോ ആ കുട്ടി വെളിയിൽ വന്നു എന്ന് പറയുന്നു. ആ തള്ള ഇരുന്ന് അമ്മ ഇരുന്ന് ഇപ്പോഴും കരയുന്ന ഞാൻ കണ്ടു. എന്താണ് കുട്ടിയുടെ അവസ്ഥ? ഞാൻ തിരിച്ചു വരാം ശ്രീ ജോർജ്. ശ്രീ കെവിൻ പീറ്റർ, കേരള സമൂഹത്തിൽ മുമ്പും ഈ ലഹരിക്കടത്തും മയക്കുമരുന്നും വേട്ടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലെ പത്രവാർത്തകൾ പരിശോധിക്കുമ്പോൾ അത് ഒരു ക്രമാതീതമായി അത് വളർന്നിട്ടുണ്ട്. ഈ ലഹരിക്കടത്തിനെ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് വേട്ടേനെയൊക്കെ എങ്ങനെയാണ് ജിഹാദുമായി ബന്ധപ്പെടുത്താനാവുക? ശ്രീ കെവിൻ പീറ്റർ. ഓക്കെ, ആദ്യമായിട്ട് അഭിവന്ദ്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഒരു ഇടയൻ ചെയ്യേണ്ട കർത്തവ്യമാണ് ധൈര്യപൂർവ്വം പിതാവ് ചെയ്തത്. അതിന് പിതാവിന് 100% ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഒപ്പം നന്ദി പറയും. ഇനി ഒരു കൂട്ടരോട് നന്ദി പറയാനുണ്ട്, അത് മാധ്യമങ്ങളോടാണ്. കാരണം അവർക്ക് ക്രിസ്ത്യൻസിന്റെ വിഷയം, പൊതുസമൂഹത്തിൽ എത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ അഴിമതികളോ എന്തു ആകട്ടെ, അല്ലെ അഴിമതി കേസുകളെ സാക്ഷികൾ അവിടെ ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങൾ എവിടെയെങ്കിലും കണ്ടെടുത്തെന്ന് പറഞ്ഞാൽ ശരി, അന്നേ ദിവസം ഒരു ക്രിസ്ത്യൻ വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ക്രിസ്ത്യൻ വിഷയത്തിനായിരിക്കും. ചാനൽ ചർച്ചകളോട് ചർച്ചകൾ, 20 മിനിറ്റ് ഇടവിട്ട് ന്യൂസുകൾ വരിക, ഇതൊക്കെയാണ്. അപ്പോൾ അവരോടാണ് നന്ദി പറയുന്നത്. കാര്യം പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു കർത്തവ്യമാണ് ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിതാവ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗം എടുത്ത് അവർ പരമാവധി പ്രചരിപ്പിക്കുന്നുണ്ട്. അവരോട് നമുക്ക് നന്ദി പ്രകടിപ്പിക്കണം. കാര്യം അറിയാത്ത ആൾക്കാരെ കൂടെ ഇത് അറിയിച്ച് ബോധവൽക്കരിക്കണം. അറിയാത്ത ഒത്തിരി മാതാപിതാക്കൾ ഉണ്ടാവും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പം അവരുടെ പെൺമക്കളിലും ആൺകുട്ടികളിലും ഒരു ശ്രദ്ധ വരാൻ ഇത് കാരണമാവും. അപ്പൊ മാധ്യമങ്ങളോട് ആദ്യം നന്ദി പറയും. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ടാണ് ഇതിനെ ജിഹാദ് എന്ന് വിളിക്കുന്നത്? സത്യത്തിൽ വറീസ് പള്ളിക്കാട്ടച്ചൻ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ രാജ്യവും അവന്റെ നിയമവും വരാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ ജിഹാദ് എന്നാണ് പറയുന്നത്. അത് ജിഹാദ് പല രീതിയിലുണ്ട്. ആയുധം കൊണ്ട് നടത്തുന്ന ജിഹാദുണ്ട്, ബിസിനസ് കൊണ്ട് നടത്തുന്ന ജിഹാദുണ്ട്, പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തി മതം മാറ്റി മറ്റ് സമുദായത്തിലെ ജനിക്കേണ്ട കുട്ടികളുടെയും നിലവിലുള്ള ആൾക്കാരുടെയും എണ്ണം കുറച്ച് സ്വന്തം സമുദായത്തിൽ എണ്ണം വർദ്ധിപ്പിക്കുന്ന അത്തരം ഒരു പോപ്പുലേഷൻ ജിഹാദുണ്ട്. ഇത് കൂടാതെ പലതരം ജിഹാദുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തി മതം മാറ്റുന്ന നമ്മൾ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്ന അതിനേക്കാൾ അതിഭീകരമാണ്, വളരെ ഗൗരവമേറിയതാണ് നാർക്കോ ജിഹാദ് അഥവാ നാർക്കോട്ടിക് ജിഹാദ്. അത് ഇവിടെ നിലവിലുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് നിരന്തരമായിട്ട് പറയുന്നുണ്ട്. കാരണം ഇതിനെ ജിഹാദ് എന്ന് തന്നെ വിളിക്കണം. അപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് കണ്ട് എന്തിനേയും നിങ്ങൾ ജിഹാദുമായിട്ട്, ഇത് ജിഹാദ് തന്നെയാണ്. ഇവിടെ ശ്രീലങ്കയിൽ
ഈസ്റ്റർ ബോംബാക്രമണ കൂട്ടക്കുരുതിക്ക് ശേഷം ചാവേർ ബോംബാക്രമണത്തിൽ 300ഓളം പേർ മരിച്ചതിന് ശേഷം ശ്രീലങ്കൻ പോലീസ് അവിടെ നടത്തിയ റെയ്ഡിൽ ചില പള്ളികളിൽ നിന്നും ചില സംഘടനകളുടെ ഓഫീസുകളിൽ നിന്നും 25 ലക്ഷത്തോളം ഗുളികകളാണ് കണ്ടെടുത്തത്. ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള, ഗർഭാശയ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള, ക്യാൻസറുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഗുളികകൾ കണ്ടെടുത്തു. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? സിംഹളരുടെ അല്ലെങ്കിൽ തമിഴ് വംശജരുടെ, ഈ ക്രിസ്ത്യൻസ് ആകട്ടെ ഹിന്ദുക്കളാകട്ടെ ആയിട്ടുള്ള തമിഴ് വംശജരുടെയും സിംഹളരുടെയും എണ്ണം, പോപ്പുലേഷൻ കുറയ്ക്കുക, തങ്ങളുടെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുക, അതിലൂടെ ആ രാജ്യത്തെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കുക. അതിനു വേണ്ടിയിട്ട് ഭക്ഷണത്തിലും മറ്റും കലർത്തി കൊടുക്കാനായിട്ട് വെച്ചിരുന്ന ഗുളികൾ 25 ലക്ഷത്തോളമാണ് പിടിച്ചെടുത്തത്. ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഖദർ TV റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3000ഓളം സിംഹള വനിതകളെ ഗർഭചിത്രം നടത്തിച്ചതിന് ഒരു ഡോക്ടർ അറസ്റ്റിലാകുകയുണ്ടായി. ഇതൊരു ജിഹാദാണ്. അപ്പൊ അതിനെയും ജിഹാദ് എന്നേ വിളിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ അബ്ദുൾ റാഷിദ് തന്റെ 59ാമത്തെ ഓഡിയോ സന്ദേശത്തിലൂടെ ഇവിടുത്തെ യുവാക്കളോട് മലയാളത്തിൽ ആവശ്യപ്പെട്ടതാണ്, നിങ്ങൾ തൃശ്ശൂർ പൂരത്തിലേക്ക് ടാങ്കുകളിൽ വെള്ളം കലർത്തണം, വിഷം കലർത്തണം, വെള്ളത്തിൽ വിഷം കലർത്തണം, ട്രക്ക് ഓടിച്ച് ആൾക്കാരുടെ ഇടയ്ക്ക് കയറ്റണം. അതൊരു ജിഹാദാണ്. അതുപോലെ തന്നെ അതിഭീകരമായ ലവ് ജിഹാദിനേക്കാൾ കടത്തി വെട്ടുന്ന, നമ്മൾ ഒത്തിരി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ജിഹാദാണ് നാർക്കോ ജിഹാദ്. അതിനെക്കുറിച്ചാണ് പിതാവ് തന്റെ ജനങ്ങളോട് പറഞ്ഞത്. അവർ ഡിഫൻസ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ, അവർ ബോധവൽക്കരിച്ച് അതിൽ അലർട്ടാവാനാണ് പറഞ്ഞത്, അല്ലാതെ പൊതുസമൂഹത്തോടല്ല പറഞ്ഞത്. അതിന് ഇത്ര കണ്ട് കോലാഹലം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇവിടെ ലവ് ജിഹാദ് പോലെയല്ല നാർക്കോ ജിഹാദ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ലക്ഷ്യം വെക്കുന്നത് ഹോസ്റ്റലുകളിൽ ഇതില് പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികളെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇത് വീക്കെൻഡുകളിൽ ഇവർ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യും. ഇവരുടെ ഭാഷയിൽ ട്രിപ്പ് എന്നാണ് പറയുന്നത്. അത് ബൈക്കുകളിലാവാം, കാറുകളിലാവാം, അത് ഹൈ റേഞ്ച് ഏരിയകളിലേക്കാം, ബീച്ച് ഏരിയകളിലേക്കാം. ഇവിടെ പോയി വന്നാൽ വളരെ നിരുപദ്രവമായ ഒരു ട്രിപ്പായിരിക്കും, അതിലൊന്നും ഉണ്ടാവില്ല. പോകുന്ന കൂട്ടത്തിൽ ഒന്നുകിൽ ഹോസ്റ്റലിലെ റൂംമേറ്റിനെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ ക്ഷണിക്കും, ഫ്രീ ആയിട്ടായിരിക്കും കൊണ്ടുപോവുക. ഇതിനിടയിൽ ഇവർക്ക് ഭക്ഷണത്തിലോ പാനീയത്തിലോ ബിയറിലോ മറ്റെന്തെങ്കിലൂടെ മയക്കുമരുന്ന് നൽകപ്പെടും. 2 or 3 തവണ ഇവർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ അതിന് അഡിക്റ്റ് ആവും. ഒപ്പം തന്നെ ഇവർ ഈ ഇത്തരം മയക്കുമരുന്നുകൾ കഴിഞ്ഞ് ഇവർ അബോധാവസ്ഥയിലാകുന്ന സമയത്ത് ഇവരുമായി ലൈംഗികമായി ബന്ധപ്പെടുകയും അതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എടുത്ത് ഇവളെ കെണിയിൽപ്പെടുത്തും. അപ്പോൾ ഇവർ അത് ട്രാപ്പിലാവും. പിന്നെ ഒരിക്കലും ഇവർക്ക് അതിനകത്ത് ഊരിപ്പോകാൻ പറ്റാത്താവും. അങ്ങനെ ഇവരിലൂടെ വളരെ പെട്ടെന്ന് ഇവരുടെ റൂംമേറ്റുകളെയും ഇവരുടെ ക്ലാസ്മേറ്റുകളെയും ഇതിൽ പെടുത്തുന്നു. അങ്ങനെ ഇവരെ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ഇവർ ഈ മയക്കുമരുന്നിന്റെ കാരിയറുകളുമാക്കി മാറ്റുന്നു, വിൽപ്പനക്കാരാക്കി മാറ്റുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 19 പെൺകുട്ടികൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. കൃത്യമായ ഡേറ്റകൾ ഞങ്ങൾ തരാം, കൃത്യമായ ആൾക്കാരുടെ പേര് സഹിതവും നടന്ന സംഭവം സഹിതം തരാം. മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായിരുന്നത്. അവർ ഒരു വീട്ടമ്മയാണ്, 2 മക്കളുടെ അമ്മയാണ്. കാര്യം അവര് വളരെ പല വർഷങ്ങളായിട്ട് കഞ്ചാവിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അതേസമയം ബാക്കി 18 പെൺകുട്ടികളും ഇതിൽ വലയിലായതാണ്. എല്ലാം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ. ഇവിടെ തിരൂരിൽ ഒരു പാർട്ടി നടന്നു, അവിടെ പിടിക്കപ്പെട്ടത് ആരാണ്? അവിടെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് പിടിക്കപ്പെട്ടത്. വാഗമണ്ണിലെ കോൺഗ്രസ്കാരനായ ഒരു നേതാവിന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന റിസോർട്ടിൽ നടന്ന റേവ് പാർട്ടിയിൽ പിടിക്കപ്പെട്ടത് 21 വിവാഹിതരായ മുസ്ലിം യുവാക്കളാണ്. അവരോടൊപ്പം പിടിക്കപ്പെട്ടത് 20 വിവാഹിതരല്ലാത്ത കോളേജിലും അല്ലാതെയും പഠിക്കുന്ന പെൺകുട്ടികളാണ്. ഇവരൊക്കെ ആദ്യമായിട്ടായിരുന്നു അത്തരത്തിലൊരു പാർട്ടിക്ക് വന്നിരുന്നത്. അതിനുശേഷമാണ് തിരൂർ പാർട്ടി നടന്നത്. അതിനുശേഷമാണ് കൊച്ചിയിലെ ഒരു ക്രൂയിസിന്റെ അകത്ത് പാർട്ടി നടന്നത്. ആ പാർട്ടി പിടിക്കപ്പെടുന്നതായപ്പോൾ അത് ക്യാൻസൽ ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് എറണാകുളം MG റോഡിൽ നിന്ന് വൈപ്പിൻ സ്വദേശിയായ ഒരു പെൺകുട്ടി, ക്രിസ്ത്യാനിയായ പെൺകുട്ടിയെ അടക്കം മയക്കുമരുന്നായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അനവധി കേസുകളാണ് ഇവിടെ. വാഗമൺ, മൂന്നാർ, വർക്കല, കോവളം, വയനാട്, മദ്രാസിലെ മഹാബലിപുരം, മംഗലാപുരം. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ അങ്ങ് ചൂണ്ടിക്കാണിച്ച എല്ലാ കേസുകളിലും ഈ പ്രതികളായി പിടിക്കപ്പെടുന്ന പുരുഷന്മാരെല്ലാം ഒരു വിഭാഗത്തിൽ നിന്നുള്ളവർ മാത്രമാണോ? തീർച്ചയായിട്ടും അതിൽ പ്രതികളായിട്ട് പിടിക്കപ്പെട്ട 99.9% യുവാക്കളും മുസ്ലിം സമുദായത്തിൽ നിന്നായിരുന്നു. പക്ഷെ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രേഖകളുണ്ട്, കൃത്യമായ രേഖകളുണ്ട്. ഈ റേവ് പാർട്ടി, ഞാനീ പറഞ്ഞ ഈ വാഗമണ്ണിൽ നടന്ന റേവ് പാർട്ടിയിൽ പിടിക്കപ്പെട്ടത് 21 മുസ്ലിം യുവാക്കളാണ്. അവർ മാത്രമായിരുന്നു. അതിൽ ഒമാനിൽ നിന്നും ഒരു തീവ്രവാദ കേസിൽ അദ്ദേഹത്തെ ഡീപോർട്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്.
പക്ഷെ അതിനെ തുടർന്നൊന്നും അന്വേഷണം ഉണ്ടായില്ല. ഇപ്പൊ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും അവസാന കണ്ണിയായ കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് വല്ലപ്പോഴും ഒരു റെയ്ഡ് പിടിച്ചിട്ട് അവരെ വെച്ച് 2 ഫോട്ടോയും എടുത്ത് ഒരു പത്രവാർത്ത വരുന്നതിനപ്പുറം ഇത് എവിടുന്നാണ് ഈ സാധനം വരുന്നത്, എവിടുന്നാണ് വരുന്നത്, ആരാണ് ഇവർക്ക് കൈമാറുന്നത് ആരാണെന്ന് ഏതെങ്കിലും ഒരു റെയ്ഡ് ഇവിടെ നടത്തി ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഒരു വൻ റാക്കറ്റിനെ ഈ 2, 3, 4, 5, 10 വർഷങ്ങൾക്കിടയിൽ പിടിച്ചതായിട്ട് വല്ല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്നും കേട്ടിട്ടില്ല. ഏറ്റവും അവസാനം ഫ്ളാറ്റുകളിൽ നിന്ന് കണ്ടെടുത്തു, ബൈക്കുകളിൽ കൊണ്ടുവന്നത് കണ്ടെടുത്തു, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നത് കണ്ടെടുത്തു, റിസോർട്ടിൽ നിന്ന് കണ്ടെടുത്തു. അപ്പോൾ അവസാന കണ്ണികൾ മാത്രമാണ് പിടിക്കപ്പെടുന്നത്. അവരെ മാത്രം കേസുകളാക്കി ഇത് ഒതുക്കുകയാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ട്. ശരിക്കും അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ, ഇപ്പോൾ സംസാരിച്ചതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഈ ഭരണമാറ്റം പോലും ശരിക്കും ഏറ്റവും അധികം അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുക കേരളമാണ്, ഇന്ത്യയാണ്. കാരണം ഒരു തീപ്പെട്ടി കമ്പനി പോലും അഫ്ഗാനിസ്ഥാനിലില്ല. അവരുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ആയുധത്തിനും അവരുടെ നിത്യച്ചെലവുകൾക്കും മറ്റുമായുള്ള അവരുടെ ഏക വരുമാനം എന്ന് പറയുന്നത് മയക്കുമരുന്നാണ്. ഒറ്റ തവണ കഴിച്ചാൽ അഡിക്റ്റായി പോകുന്ന മയക്കുമരുന്നുകൾ വരെ LSD, സ്റ്റാമ്പ് ഇതിനെ ഒക്കെ കടത്തിവിട്ടുന്നു. ഒറ്റ തവണ കഴിച്ചാൽ അടിമയായി പോകുന്ന മയക്കുമരുന്നുകൾ വരെ ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ലക്ഷദ്വീപിലുണ്ടായ വിവാദം. എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ ഇവർക്ക് ഉൾക്കണ്ട? പ്രധാനമായിട്ടും അവിടെ ലക്ഷദ്വീപ് ഒരു ഇടയ്ക്കുള്ള ഒരു ഹബ്ബാണ്. അവിടെ നിന്നിട്ടാണ് വള്ളങ്ങളിൽ യാതൊരുവിധ എന്ത് ചെക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ പോർട്ടുകളിൽ, ഇവിടെ ബേപ്പൂരായാലും കൊച്ചിയിലായാലും എവിടെയായാലും വരുന്ന പോർട്ടുകളിൽ ഇറങ്ങുന്നവരുടെ ബാഗേജുകൾ പരിശോധിക്കും. പക്ഷെ ഇവിടെ തീരദേശത്ത് വന്നെടുക്കുന്ന മോട്ടോർ ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? ഇതുവഴി ഇവിടെ മയക്കുമരുന്നുകൾ എത്തുന്നുണ്ട്. ആയിരക്കണക്കിന് വന്നിട്ടുള്ള കൺസൈൻമെന്റുകളിൽ 1, 2 തീരദേശ സേന പിടിച്ചടക്കാതെ എന്തുമാത്രം ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ പിടിക്കുന്ന എല്ലാ കേസുകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു പ്രത്യേക സമുദായം മാത്രമാണ് അതിന്റെ പുറകിൽ. ഓക്കെ, ഞാൻ തിരിച്ചു വരാം ശ്രീ കെവിൻ പീറ്റർ. ഫാദർ വർഗീസ് പള്ളിക്കാട്ട്, ശ്രീ കെവിൻ പീറ്റർ പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇത്ര വലിയൊരു ഒരു പ്രതിസന്ധിക്കെതിരെയാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് തൻ്റെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ മാധ്യമങ്ങളിലുടനീളം ഈ ദിനത്തിൽ അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുകയാണ്. കത്തോലിക്ക സഭ മതസ്പർദ്ധയ്ക്ക് ഇടയാക്കുന്നു, പിതാവിൻ്റെ പ്രസ്താവന മതസ്പർദ്ധയ്ക്ക് ഇടയാക്കുന്നു, പിതാവിനെതിരെ കേസ് കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഒരു ഇടയൻ തൻ്റെ വിശ്വാസികൾക്ക്, പൊതുസമൂഹത്തോടല്ല തൻ്റെ വിശ്വാസികൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനെ എങ്ങനെയാണ് ഒരു മതസ്പർദ്ധയായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുന്നത്? ഫാദർ വർഗീസ് പള്ളിക്കാട്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണത, ഒരു രോഗി വളരെ ഗൗരവതരമായിട്ടുള്ള രോഗത്തിന് വിധേയമായിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിൽ രോഗിക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഗുരുതരമാണെന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ വളരെ ഗുരുതരമായ ആരോപണം രോഗിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ കാര്യങ്ങൾ കാണുന്നതും വിശകലനം ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും. ഇക്കാര്യത്തിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഗൗരവതരമായ ഒരു സാഹചര്യം സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇത് ഇവിടുത്തെ പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. പിതാവ് പക്ഷെ അതേപ്പറ്റി അല്ല പറഞ്ഞത്. പിതാവ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു, അത് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ജിഹാദ് എന്നുള്ളത് ഇപ്പോൾ എല്ലാ മേഖലകളിലേക്കും ശക്തി പ്രാപിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. അത് വളരെ ആസൂത്രിതമായിട്ട് നടത്തുന്നതാണ്. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം അതിനുവേണ്ടി ഒരുപക്ഷെ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ അതിനുവേണ്ടി പരിശ്രമിക്കാൻ തയ്യാറായി ജീവിതം കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അതൊരു സമുദായത്തെ മുഴുവനായിട്ടല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇവിടെ വളർന്നു വരുന്ന ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം വളരെ ശക്തമായി റാഡിക്കലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പൊതുസമൂഹത്തിന് ദോഷമാണെന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, ഇത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് തന്നെ വളരെ ദോഷമാണ്. അത് അദ്ദേഹം ഒരുപക്ഷെ ഇന്നലെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പത്രവും മാധ്യമങ്ങളും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളോ അതിന് മുമ്പിലത്തെ വർഷത്തെക്കാളോ ഒക്കെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിനുള്ളിൽ ആഭ്യന്തരമായി രാഷ്ട്രീയമായി പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ ഇത്രയും കാലം മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് വിചാരിച്ചിരുന്ന മുസ്ലിം ലീഗിന് ഇന്ന് ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിനിടയ്ക്ക് ഉള്ള സ്വാധീനം കുറഞ്ഞു വരുന്നു. അതിനേക്കാൾ ശക്തിയും അതിനേക്കാൾ സ്വാധീനവുമുള്ള മറ്റ് പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നു.
അപ്പോൾ ഇന്ന് മുസ്ലിം ലീഗിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ കയ്യിലല്ല, മറ്റ് ചില പ്രസ്ഥാനങ്ങളിലേക്ക് അത് മാറ്റുന്നതിനുള്ള, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റിക്കൊണ്ടുവരുന്നതിനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇതുപോലെ കേരളത്തിലെ എല്ലാ രംഗത്തും, ഇപ്പോ സാംസ്കാരിക രംഗത്ത് നമ്മൾ ഈ അടുത്ത സമയത്ത് സിനിമയെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു. എന്താണ് ഉണ്ടാകുന്നത്? ഒരു സിനിമയോ ഒരു പേരോ ഒന്നുമല്ല വിഷയം. അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ POCയിൽ ഉണ്ടായിരുന്ന സമയത്ത്, KCBCയുടെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് വളരെ ഗൗരവതരമായി അത് ഞങ്ങൾ കണക്കെടുക്കുകയും കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു രംഗമാണ്. അത് വളരെ ബോധപൂർവം കൂടുതൽ ക്രൈസ്തവ ബിംബങ്ങളെ, സാംസ്കാരിക ബിംബങ്ങളെ, വിശ്വാസത്തിന്റെ പ്രതീകങ്ങളെ ഒക്കെ വളരെ നിരുപദ്രവം എന്ന് തോന്നുന്ന രീതിയിൽ അധിക്ഷേപിക്കുകയാണ്. അതിനെ വിലയിടിച്ച് കാണിക്കുകയാണ്. അതിനെ വിലയിടിച്ച് കാണിച്ച് ക്രൈസ്തവ സമുദായത്തെ ഒരു സ്റ്റാഫിംഗ് ലോക്കാക്കി, ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ അധിക്ഷേപത്തിന് പാത്രമായിട്ടുള്ള ഒരു സമൂഹമാക്കി മാറ്റാനായിട്ടുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളുടെ എല്ലാ മേഖലകളും, ഇപ്പോ ഇവിടെ രംഗത്ത് നോക്കുക, ഹലാലിനെ പറ്റി ഇവിടെ ജോർജ് സാർ സൂചിപ്പിച്ചല്ലോ. അത് സമൂഹത്തിൽ ശക്തി പ്രാപിച്ച് വരുന്ന മറ്റൊരു തരത്തിലുള്ള ആധിപത്യ പ്രവണതയാണ്. ഇതെല്ലാം ചുരുക്കത്തിൽ ഒരു ബോധപൂർവമായ ഒരു ആധിപത്യം സമൂഹത്തിൽ എല്ലാ രംഗത്തും സ്ഥാപിച്ചെടുക്കുന്നതിന് ആ ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ബോധപൂർവമായ പരിശ്രമമാണ്. അതിന്റെ ഭാഗമായി അവർക്ക് സാമ്പത്തികമായി വലിയ ശക്തി വേണം. അതിനു വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്വർണ്ണക്കടത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണക്കില്ലാത്ത വിധം ഇതുപോലെ മയക്കുമരുന്ന് കടത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഒരു വശത്ത് അത് ഒരു വിഭാഗം സാമ്പത്തികമായും മറ്റും ശക്തിപ്പെടുമ്പോൾ, മറ്റൊരു വശത്ത് മറ്റ് വിഭാഗങ്ങളിലുള്ള ഇപ്പോൾ ഇത്രയും നാള് നമ്മൾ കണ്ടത് ലവ് ജിഹാദിലൂടെ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പോൾ നർക്കോട്ടിക് ജിഹാദിലൂടെ ബോധപൂർവമായി നമ്മളുടെ സ്കൂളുകളുടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ എല്ലാ തരത്തിലുള്ള മയക്കുമരുന്നും വളരെ ഈസി ആയിട്ട് കിട്ടത്തക്ക വിധത്തിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയും നമ്മളുടെ കുട്ടികളെ, കൂടുതലും ക്രൈസ്തവ കുട്ടികളാണ് അതിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. കൊച്ചി, ഇതിപ്പോ തുടങ്ങിയതല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്തെ സ്കൂളുകളുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ നമ്മൾക്കറിയാം ആരൊക്കെയാണ് മയക്കുമരുന്നിലേക്ക് പോകുന്നതെന്നും ആരൊക്കെയാണ് മയക്കുമരുന്ന് വിൽക്കുന്നതെന്നും അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്നും. അപ്പോൾ ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കൊച്ചിയിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന കാര്യം കേരളം മുഴുവനായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വ്യത്യാസം. ഇത് പറയുന്നവൻ വളരെ പെട്ടെന്ന് തന്നെ വർഗീയവാദിയായിട്ട് മാറ്റുന്നു, ഇവിടെ സംഖ്യയാക്കുന്നു, ത്രിസംഖ്യയാക്കുന്നു. ഇങ്ങനെ ഒരു ബോധപൂർവമോ അല്ലാതെയോ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചിലപ്പോഴെല്ലാം രാഷ്ട്രീയ നേതൃത്വവും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു തെറ്റായ പ്രവണതയെ വളരെ നിഗൂഢമായി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഞാൻ തിരിച്ചു വരാം. ശ്രീ PC ജോർജ്, ഫാദർ വർഗീസ് വള്ളിക്കാട്ട് സൂചിപ്പിച്ചു, വളരെ ഈ നാർക്കോട്ടിക് ജിഹാദ് അല്ലെങ്കിൽ ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾ ഫാദർ വർഗീസ് വള്ളിക്കാട്ടും ശ്രീ കെവിൻ പീറ്ററും പങ്കുവച്ചു. ഇത്തരം പ്രതിസന്ധികൾക്കെതിരെ ക്രിസ്തീയതയിൽ അടിസ്ഥാനപ്പെടുത്തി പ്രതികരിക്കുന്നവരെ പലപ്പോഴും മതമൗലികവാദികളായിട്ട് ചിത്രീകരിക്കുന്നു. നമുക്കറിയാം, ഈ അടുത്ത നാളുകളിൽ ഈ ഈശോ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങ് നൽകിയ പ്രതികരണം അങ്ങേ പോലും ഒരു മതമൗലികവാദിയായിട്ട് പല മാധ്യമങ്ങളും ചിത്രീകരിച്ചു. ക്രൈസ്തവർ ക്രിസ്തീയതയിൽ അടിസ്ഥാനപ്പെടുത്തി പ്രതികരിക്കുമ്പോൾ, തങ്ങളുടെ വേദനകളെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ, തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ അവരെ മതമൗലികവാദികൾ അല്ലെങ്കിൽ ക്രിസംഖികളൊക്കെ ആക്കി ചിത്രീകരിക്കുന്നത് ശരിയാണോ ശ്രീ PC ജോർജ്? അതായത് എനിക്ക് ചിരി വരുന്ന കാര്യം എന്താണെന്നറിയോ? ഉദാഹരണം, എൻ്റെ വീട് എൻ്റെ ഭാര്യയോടും മക്കളോടും ഞാൻ പറയുകയാണ്, എടാ ഇന്നലത്തുള്ളവരെ സൂക്ഷിച്ചോണം, അവൻ ഒരു മോഷണ ശ്രമം ഉള്ളവനാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ മോഷ്ടാവ് എന്നെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് റോഡിൽ കൂടെ പറയേണ്ട കാര്യമുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലില്ല പ്രസംഗിച്ചത്. എൻ്റെ വീട്ടിൽ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം. എന്നതുപോലെ എവിടെയാ അഭിനന്ദ കർണകാടി സംസാരിച്ചത്? അദ്ദേഹം പാലാ രൂപതയുടെ ഏറ്റവും വലിയ ആത്മീയ നേതാവാണ്, ഓൺലി വൺ. അത് കഴിഞ്ഞ ഒരാളെ ഉള്ളൂ ഞങ്ങൾക്ക് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കൊറലങ്ങാട് ദേവാലയം, മനസ്സിലായില്ലേ? ആ കൊറലങ്ങാട് ദേവാലയം എന്ന് പറയുന്നത് അതിന്റെ അധിപനാരാ? മേജർ ആർച്ച് ബിഷപ്പാണ്. അതാണ് പ്രധാനപ്പെട്ടത്. ആ പള്ളിയുടെ, കൊറലങ്ങാട് പള്ളിയുടെ അൾത്താരയിൽ നിന്നുകൊണ്ട്
തന്റെ അജഗണത്തോട് ആത്മീയ ഗുരു എന്ന നിലയിൽ സംസാരിച്ചതിന് കേസ് എടുക്കുന്നത് പോടാ എന്ന് പറയണ്ടേ? ആരാ കേസ് എടുക്കുന്നത് കാണട്ടെ. കേസ് എടുക്കുന്നു, കുന്തം എടുക്കും. എടാ, എനിക്ക് എന്റെ മക്കളെ ഉപദേശിക്കാൻ അവകാശം. കേസ് എടുക്കുന്നു. ഈ ചാനലൊക്കെ വിവരം കേട്ടവന്മാർ ഏത് ചാനലാ പറഞ്ഞ കേസ് എടുക്കുന്നു? അവന്റെ സക്കരക്കാളോട് ഇത്രയാണ് ഞാൻ നിർത്തുക. പിതാവ് ഇനിയും പറയും. അങ്ങനെ കൊണ്ട് പറയട്ടെ, ഇത് കാര്യം ജനം കാണട്ടെ, ജനം കേൾക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കാര്യം, പിതാവ് ഒറലങ്ങിയാട് പള്ളിയുടെ സ്വർണ്ണോസിൽ നിന്നുകൊണ്ടാണോ സംസാരിച്ചത്? അദ്ദേഹം സംസാരിച്ച് അദ്ദേഹത്തിന്റെ അജഗണത്തോടാണോ? പിന്നെ അദ്ദേഹത്തിനെതിരെ എന്ത് മിണ്ടാന്? അത് പറയാനുള്ള സ്വാതന്ത്ര്യം, അധികാരം അഭിമന്യ കടങ്ങാട് പിതാവിനുണ്ട്. പിതാവ് അത് ചെയ്തില്ലെങ്കിൽ പിതാവ് കുറ്റക്കാരനാണ് എന്റെ അഭിപ്രായം. വളരെ മാന്യമായി സത്യസന്ധമായി കാര്യങ്ങൾ വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കിയ പിതാവിന് എന്ത് നന്മയാണ് ഉണ്ടാകേണ്ടതെന്ന് ദൈവം തീരുമാനിക്കട്ടെ. ഒരു ദീർഘായുസ്, ഒരു 100 വയസ്സ് വരെ ദീർഘായുസ് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വേറെ വലിയ കാര്യം ഇത് വെറുതെ പറയുന്നതാണോ പിതാവ്? പിതാവ് പറഞ്ഞ് ഏത് കാര്യം തെറ്റ്? ഒരു ചെറിയ കാര്യം പിതാവ് പറഞ്ഞ് തെറ്റാണ് തെളിയിച്ചാൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച ഞാൻ സ്തുതിയെല്ലാമായിരുന്നു. അദ്ദേഹം പറഞ്ഞ് 2 പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. എല്ലാ പത്രത്തിലും വന്നതല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം? ആർക്ക് നിഷേധിക്കാൻ പറ്റും? നിങ്ങൾക്കറിയുമോ, ഇപ്പൊ ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഈ നാർക്കോട്ടിക് നമ്മുടെ ഇതിന്റെ വർധനവ് എത്ര വലുതാണെന്നറിയാവോ? അതിന്റെ ഓരോന്ന് തെളിവറിഞ്ഞ് സമുദായവൽക്കരിക്കുകയല്ലേ. ഇതിനകത്ത് ഈ മയക്കുമരുന്ന് കുന്തം കൊണ്ടുവന്നവന് പിടിക്കുവാളെ പിടിക്കുന്ന 100 പേരെ പിടിച്ചാൽ 99 മുസ്ലിങ്ങളാ. അതെങ്ങനെയാ വരുന്നത്? ഞാൻ പറയേണ്ടി വന്നതിനോട് പണിയിട്ട് കാര്യം മുസ്ലിങ്ങളാ. ചോദിച്ചോ, പത്രം എടുത്തോ? നമ്മുടെ പ്രമുഖ പത്രം പേര് എഴുതാതെ വിടുക. കാരണം മുസ്ലിങ്ങളെ പടക്കം മേടിക്കേണ്ട പത്രം ചെലവാണല്ലോ അവിടെ മുസ്ലിങ്ങൾ. എന്തൊരു മോശമായി ഇത്. ഇവിടുത്തെ മാന്യന്മാരായ മുസ്ലിം സഹോദരന്മാരുണ്ട്. ഞാനിത് പറഞ്ഞതിന്റെ പേരിലാണോ എന്നെ തോപ്പിച്ച 18,000 വോട്ടാ എനിക്ക് എതിരായിട്ട് മുസ്ലിങ്ങളെല്ലാം കൂടെ ചെയ്തു. എന്നെ തോപ്പിക്കാൻ എനിക്ക് അതുകൊണ്ട് ഞാൻ മാറുമോ? എനിക്ക് ബോധ്യമുള്ള കാര്യത്തിൽ ആർക്ക് എന്നെ മാറ്റാൻ കഴിയും? ഞാൻ ചാകുമെന്ന് പറഞ്ഞാലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും എനിക്ക് ബോധ്യമുള്ള കാര്യം ഞാൻ പറയും. ഓടി ഒളിക്കുന്ന പ്രശ്നവും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ശക്തമായി ഇടപെട്ടേ മതിയാവും. നമ്മുടെ പെമ്പിളെ കിട്ടില്ല ഉറക്കം വരികയെന്ന് പറഞ്ഞ് എങ്ങനെ ഒക്കുന്നത്? ഇതെന്താ ഇങ്ങനെ മര്യാദ? ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ, നല്ല സുന്ദരിമാരായ പെൺകുട്ടികളുണ്ടല്ലോ. ഇവിടെ ഏതെങ്കിലും ക്രിസ്ത്യാനി പോയി അതിനെ പ്രേമിച്ചു കൊണ്ടുപോയി വേടാനും കാണിക്കുന്നുണ്ടോ? കൊണ്ടുപോയി റോമിക്കൊണ്ടോ കൊല്ലാൻ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ മതി. അതോ മുഴുവൻ 27 എന്ന് പറഞ്ഞ കണക്ക് ശരിയാണ്. 47 എണ്ണം എന്റെ കണക്കിലുള്ളത്. ആ 47 കുട്ടികളിൽ 35 എണ്ണം ക്രിസ്ത്യൻ കുട്ടികളാ, 9 എണ്ണം നായർ കുട്ടികളാ, 3 എണ്ണം ഈഴവ കുട്ടികളാ. മനസ്സിലായോ? 47 കണക്കെടുത്ത് ഞാൻ വെച്ചിരിക്കല്ലേ. അത് മുക്കൂട്ടൂർ ജസ്ന അല്ലാതെയാ. അതുകൂടെ കൂടി 48. 47 ഇടത്തിന് കണക്കതാ. എന്നിട്ട് ഇമാര് രായസവും സോഴിസവും പ്രസംഗിച്ചോണ്ടിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? മുസ്ലിങ്ങൾ ഇങ്ങനെ കൂടുക. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ അവരൊക്കെ വേണ്ടത് വോട്ടല്ലേ? ആ വോട്ട് കിട്ടാൻ വേണ്ടി പിണറായി വിജയൻ എന്നാ കുഴപ്പം? SDPI എന്ന് പറഞ്ഞ ഭീകര സംഘടന പിന്തുണ മേടിക്കാൻ പിണറായി വിജയൻ തയ്യാറായെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? വോട്ട് വേണോ അങ്ങേർക്ക്? ഇതുവരെ ക്രിസ്ത്യാനി 2012 ഉണ്ടായിരുന്നത് 18 ആയിരുന്നു. ഇപ്പൊ 2018 ആയപ്പോ 14 ഇപ്പൊ അത് 13 ആയിട്ടു. ഇങ്ങനെ ക്രിസ്ത്യാനിയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, പിള്ളേര് വേണം. പിതാവ് പറഞ്ഞു, അതിന് ശരി. പാലാപിതാവ് പറഞ്ഞു, ചുമ്മാ വരുന്ന നടന്ന കാണുകയല്ല സാധനം. നിങ്ങളൊക്കെ പള്ളിയിൽ കയറി ബാങ്ക് വിളിയോ ഒക്കെ നടക്കും. നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ കയറി ബാങ്ക് വിളിക്കും. അതിന് അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യമുണ്ടോ? അവർക്ക് ഇവിടെ അരുവത്ര പള്ളിയുണ്ട്. ഇവിടെ അരുവത്ര ക്രിസ്ത്യാനി ഇല്ല. 20 കൊല്ലം കഴിയുമ്പോൾ ഈ പോക്കാണെ കാണുകയല്ല. അത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ കയറി പള്ളി ബാങ്ക് വിളിച്ച് നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാനിവിടെ കൂടി ബാങ്ക് വിളിച്ചു കൊടുക്കും. ഒരു സംശയം വേണ്ട. അത് അങ്ങനെ ആകാതിരിക്കലും എന്ത് ചെയ്യണം? നമുക്ക് മക്കള് വേണം. ആ മക്കളുണ്ടാക്കുന്ന കാര്യം ആലോചിക്കണം. അതല്ലാതെ വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ സോഷ്യലിസം പ്രസംഗിച്ചോണ്ട് നടന്നാൽ അങ്ങനെ പ്രസംഗിച്ചോണ്ട് നടക്കാം. ആ പണി കാണുകയല്ല, സാധനം കാണുകയല്ല. മനസ്സിലായില്ലേ? നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഒരു അന്വേഷണം നടത്തി, അന്നേരം തീരെയല്ല. ഇവിടെ അടിയന്റെ നസീർ ഇവിടെ ഈ വാഗമണ്ണി വന്നാണ് ക്യാമ്പ് നടത്തുന്നത്. അയാൾ ഒരു 6 മാസം ഈരാറ്റുപേട്ടം താമസിച്ചു. എന്ത് ചെയ്തു? അയാൾ എന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അടിയന്റെ നസീർ. അവിടെ ഇനി അത് നടക്കാതിരിക്കാനുള്ള ഇടപെടൽ ഞാൻ ചെയ്തു. കാരണം ഇനി ഒരു തീവ്രവാദം നടക്കല. ഞാൻ പറയുന്നത് അടിയന്റെ നസീർ അങ്ങനെ തന്നെ പറയാം, നിന്നെ പരിചയമുണ്ടെന്ന്. എന്നാ പരിചയം? ഞാനിങ്ങനെ രാത്രി 12 മണിയായി വരുമ്പോ നമ്മുടെ ഈരാറ്റുപേട്ട ഒരു പള്ളിയിലെ മുറ്റത്ത് 5-8-10 പേര് നിൽക്കുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. എന്താന്ന് ചോദിച്ചു ഇവിടെ നിൽക്കുന്നു.
ചോദിച്ചപ്പോ എന്തായി? ക്ലിയർ ആയി. നസീർ ആയിരുന്നു പറയും. മനസ്സിലായി? നസീർ അവര് തബ്ലീഗിന് വന്നതെന്ന് പറഞ്ഞ് കുറ്റം പറയാൻ പറ്റുമോ? മുസ്ലിം സമുദായം തബ്ലീഗിന് പോകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ ആ തബ്ലീഗിനകത്ത് ഇങ്ങനാണോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ചുമതല ഗവൺമെന്റിനുണ്ട്. ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, അത് ചെയ്യണം. ശ്രീ ജോർജ് ജോസഫ്, ശ്രീ പി സി ജോർജും ശ്രീ കെവിൻ പീറ്റർ ഉന്നയിച്ച 1-2 വസ്തുതകൾക്ക് അങ്ങിൽ നിന്നൊരു വ്യക്തത വേണം. ഒന്ന്, ശ്രീ കെവിൻ പീറ്റർ പറഞ്ഞു പലപ്പോഴും ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ചെറുമീനുകളെ മാത്രമാണ് പലപ്പോഴും നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വലിയ വമ്പൻ സ്രാവുകൾ പലപ്പോഴും ഇരുളിൻ്റെ മറവിൽ നിൽക്കുന്നു. അതോടൊപ്പം ശ്രീ പി സി ജോർജ് പറഞ്ഞു പല തീവ്രവാദ കേസുകളും കേന്ദ്ര ഏജൻസികൾ വന്നാണ് കേരളത്തിൽ നിന്ന് അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കേരള പോലീസിൻ്റെ ഒരു വീഴ്ച തന്നെയല്ലേ ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, അപ്പൊ നമുക്ക് ഈ ഇതുവരെയുള്ള പോലീസിന്റെ നടപടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നർക്കോട്ടിക്സ് വരുന്ന റൂട്ട് ഇപ്പം കുറച്ചൊക്കെ വ്യക്തമായി വരുന്നുണ്ട്. അത് സിലോൺ വഴി വരുന്നുണ്ട്, പാകിസ്ഥാൻ വഴി വരുന്നുണ്ട്, പുറംകടലിൽ കൂടെ വരുന്നുണ്ട്. പക്ഷെ അത് ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചില്ല. ഇവിടെ വരുന്ന ഏജൻസികളെയും ഇവിടെ വരുന്ന ആ ബ്രോക്കർമാരെയൊക്കെ നമുക്കറിയാം. അതിൽ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ജർമ്മനിയിൽ നിന്ന് ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് ഇതുപോലെ ഫോറിൻ അവരുടെ മേക്കപ്പ് സാധനങ്ങൾ വരുന്ന കൂടെ MDMA ധാരാളം വന്നിരിക്കുന്നതായിട്ട് ഇപ്പം പിടിച്ചു. അപ്പം വിദേശത്ത് ഈ താലിബാനിലുള്ള ഈ സാധനങ്ങൾ വിദേശത്ത് എല്ലായിടത്തും ഇപ്പൊ അവൈലബിൾ ആണ്, ലോകം മുഴുവൻ അവൈലബിൾ ആണ്. കാരണം അതുകൊണ്ടാണ് താലിബാന് ഇത്രയും കുറഞ്ഞ സാമ്പത്തിക ശക്തി വന്നത്. അപ്പൊ അത് ഇന്ത്യയിൽ പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് MDMA ഇന്ത്യയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, LSD ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തില് ഉള്ള പല കുട്ടികളുമാണ് അതിന്റെ പിന്നില്. ഇപ്പോഴത്തെ പല കുട്ടികളും കോസ്റ്റ്ലി കാറില് ഇവിടെ കേരളത്തിൽ നടക്കുന്ന പല കുട്ടികളുടെയും വരുമാനം ഡ്രഗ്സ് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. കാരണം അവർക്ക് പ്രത്യേക ജോലിയില്ല, വരുമാനമില്ല, ബൾക്കായിട്ടുള്ള എമൗണ്ട് വരുന്നത് ഞാൻ പല കേസിനകത്ത് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൂഹം മുതലും ശിഥിലമായി, ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് ശിഥിലമായി, എല്ലാ വീടുകളിലും പ്രശ്നമായി. അതുകൊണ്ട് ഈ മതമേധാവികളും അതുപോലെ മുസ്ലിം സമുദായത്തിന് മേലെ കാന്തപുരം ഉൾപ്പെടെയുള്ളവരും മുസ്ലിം ലീഗിന്റെ ആൾക്കാരെല്ലാവരും തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ അവരവരുടെ മതത്തിൽ, ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും ശരി, അത് മുസ്ലിം മതമായാലും ശരി, അതിനെ നമുക്ക് ഒതുക്കിയേ പറ്റുള്ളൂ. നമ്മുടെ സമൂഹം നിലനിർത്താനും നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരാനും ഈ മതമേധാവികൾ, എല്ലാ സമുദായത്തിന്റെ ആൾക്കാരും മേധാവികളും ഒത്തൊരുമിച്ച് ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു മോചനം ഉണ്ടാവുള്ളൂ. ശ്രീ ജോർജ് ജോസഫ്, ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ശിഖരങ്ങൾ മാത്രമാണ് വെട്ടിയൊടിക്കപ്പെടുന്നത്. അതിൻ്റെ ആ ഒരു വേരോടെ അത് പിഴുതെറിയാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ പലപ്പോഴും കൃത്യമായ ഇടവേളകളിൽ ഈ ലഹരിക്കടത്തും മയക്കുമരുന്നും വേട്ടിയൊക്കെ കേരളത്തിൽ ആവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു വേരോടുകൂടി ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെ പോകുന്നത് ശ്രീ ജോർജ് ജോസഫ്? അത് നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. NIA ഉണ്ട്, അതുപോലെ NDP അവരെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉണ്ട്. ഇവരെല്ലാം കിണഞ്ഞ പ്രശ്നങ്ങൾ. പാകിസ്ഥാൻ ബോർഡറിൽ കൂടെ നമുക്ക് അറിയാം, ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, പഞ്ചാബ് ബോർഡറിൽ കൂടെ പല ഏരിയയിൽ ഇന്ത്യയിലോട്ട് കടത്തുന്നുണ്ട്. അതുപോലെ ബംഗ്ലാദേശിന്റെ എവിടെയുണ്ട്, ബർമായുടെ എവിടെയുണ്ട്, ആസാമുണ്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ശക്തമായി ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷീനറി ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത്രയും വിപുലമായ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ ഏതായാലും പതുക്കെ സെൻട്രൽ ഗവൺമെന്റ് ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. കേരളത്തിൽ ധാരാളം NDPS കേസ് നമ്മൾ കണ്ടല്ലോ. ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരുടെ മക്കളും അതിനകത്ത് ഉൾപ്പെട്ടതും നമ്മൾ കണ്ടു. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു സമുദായത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമല്ല. എന്നെ പോലെ ഒരാൾ എല്ലാ സമുദായത്തിനെയും ഞാൻ അവർക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ ഒരു നീക്കമല്ല. വസ്തുതകൾ മറച്ചു വെക്കാൻ പറ്റില്ല. കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ സീരിയസ്നെസ് ക്രിസ്ത്യൻ സമുദായത്തിന് ഇപ്പം മനസ്സിലായി. ആരെങ്കിലും ഇത് പറയണ്ടേ? പലരെയും പേടിച്ചും പേടിച്ചുമാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് നർക്കോട്ടിക് ബ്യൂറോയിലെ പ്രവർത്തനങ്ങള് എന്തൊക്കെയാണെന്ന് ഇപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. NDPS രീതിയിലുള്ള ആ കേസിന്റെ പ്രവർത്തനങ്ങൾ അത് എന്തുമാത്രം വോളിയം ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ചെന്ന് ചാടുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ വളരെയധികം കുട്ടികൾ ചാടിപ്പോയി. അതിനുശേഷം ആ കുടുംബം മുഴുവൻ നശിച്ച് നാരായണക്കല്ലെടുത്തുന്ന മലയാളത്തിൽ പറഞ്ഞാൽ പറ്റൂ. അതുപോലെയുള്ള പ്രശ്നങ്ങളിലോട്ട് പിന്നെ ചാടിക്കഴിഞ്ഞു. ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പിതാക്കന്മാര് പതുക്കെ ആ ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സമുദായത്തിനെതിരായിട്ടുള്ള നീക്കമല്ല, അതൊരു പ്രത്യേക രാഷ്ട്രീയക്കാർക്കെതിരായിട്ടുള്ള നീക്കമല്ല, അതൊന്നുമല്ല. വ്യക്തമായ തെളിവുകൾ പത്രങ്ങളിൽ വന്ന കാര്യം തന്നെ. ക്രിസ്ത്യൻ കുട്ടികൾ പോയിട്ടുണ്ട്, ഹിന്ദു കുട്ടികൾ പോയിട്ടുണ്ട്. അവര് മതം മാറ്റി പോയിട്ട് IS-ന്റെ പതാക ഏന്തി അവരവിടെ നടന്ന യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മാതൃ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സമുദായത്തിന്റെ കാര്യമല്ല,
നമ്മുടെ മാതൃ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെയുള്ള കുട്ടികൾ ചെയ്തത്. അത് വകവെച്ച് കൊടുക്കാൻ പറ്റൂല. അത് ഇവിടുത്തെ ഒരു സമുദായത്തിനും പറ്റൂല, ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും പറ്റൂല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും പറ്റൂല. നമ്മുടെ ചരിത്രം അതാണ്, നമ്മുടെ പൈതൃകമാണ്. ആത്മീയതയാണ് ഇന്ത്യയുടെ ശക്തി, ഇന്ത്യയുടെ പൈതൃകം എന്ന് നമ്മൾ മറക്കരുത് ഒരിക്കലും. വ്യക്തമാണ്. ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ഇതൊരു സമുദായത്തിനെതിരെയുള്ള, ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനെതിരെയുള്ള ഒരു പ്രസ്താവനയൊന്നുമല്ല. സമൂഹത്തിലെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ, അവർ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കെതിരെ നടത്തിയൊരു പ്രസ്താവനയാണെന്നുള്ളൊരു പ്രസക്തമായ ആശയമാണ് ശ്രീ ജോർജ് ജോസഫ് പങ്കുവച്ചത്. ശ്രീ കെവിൻ പീറ്റർ, അങ്ങ് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു അഫ്ഗാന്റെ ഒരു കാര്യം. ഈ മയക്കുമരുന്ന് കടത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ ഉയർന്നു വരാവുന്ന ഒരു സംശയം, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അവയെല്ലാം ഒരു ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാഷ്ട്രങ്ങളാണ്. അവരുടെ ഒരു ഐഡിയോളജി, ഈ ഇത്തരം ലഹരി മരുന്നുകളും മയക്കുമരുന്നും ഒക്കെ അവരുടെ ഐഡിയോളജി പ്രകാരം ഹറാമാണ്. പക്ഷേ എന്തുകൊണ്ട് അത്തരം രാജ്യങ്ങളിൽ അത് കൃഷി ചെയ്യപ്പെടുന്നു, അത് അവർ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നു? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ശ്രീ കെവിൻ പീറ്റർ? ഓക്കെ, താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സംസാരിച്ച് നിർത്തിയതിന്റെ ഒരു കാര്യം കൂടി ഒന്ന് ആടിയതുണ്ട്. പറഞ്ഞോളൂ. ശരിക്കും ലവ് ജിഹാദ് പോലെ അല്ല നാർക്കോ ജിഹാദ് എന്ന് പറയുന്നതിന്റെ കാര്യം. ഇതിനകത്ത് നമ്മുടെ ആൺകുട്ടികളും കൂടെ ഉൾപ്പെടുന്നു എന്നുള്ള, പെൺകുട്ടികളെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, ആൺകുട്ടികളും ഇതിനകത്ത് പെടും. അതായത് കഴിവും പ്രതികരണ ശേഷിയുമുള്ള ഒരു തലമുറ ഇനി ഇവിടെ ഉണ്ടാവരുത് എന്ന് ഒരു കൂട്ടർ കരുതുന്നു. ഇനി പ്രതികരിക്കേണ്ട ഒരു യുവത്വം ഇവിടെ വളർന്നു വരരുത്, ചിന്താശേഷിയുള്ള, കർമ്മശേഷിയുള്ള, സമൂഹത്തിനും രാജ്യത്തിനും മുതൽക്കൂട്ടാവുന്ന ഒരു കുട്ടികളും ഇവിടെ ഉണ്ടാവരുന്നത് കരുതിക്കൊണ്ട് തന്നെ ഈ നാർക്കോ ജിഹാദ് എന്ന് പറയുന്നത് പെൺകുട്ടികളെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, അതിൽ ആൺകുട്ടികളും ധാരാളം പെടുന്നുണ്ട്. അപ്പോ പിതാവ് പറഞ്ഞത് വളരെ വ്യക്തമാണ്, പിതാവ് വളരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഇപ്പോൾ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിതാവ് കൃത്യം എടുത്ത് പറയുന്നുണ്ട്, ആ സമുദായത്തിലെ ഏതാനും ചില ഗ്രൂപ്പുകൾ എന്നാണ് പിതാവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിൽ വേദന തോന്നുന്നവർ സ്വന്തം സമുദായത്തിലെ ഇത്തരം ബിസിനസ് ചെയ്യുന്നവരെ അത് നിരുത്സാഹപ്പെടുത്തുക, പരസ്യമായിട്ട് പ്രസ്താവന പുറപ്പെടുവിക്കുക, ഇത് അനിസ്ലാമികമാണ്, മയക്കുമരുന്ന് അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും അനിസ്ലാമികമാണ്, അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയട്ടെ. അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? തീവ്രവാദത്തിലേക്ക് യുവാക്കൾ പോകരുത്, തീവ്രവാദത്തിലേക്ക് പോകുന്നത് അനിസ്ലാമികമാണ്, ഇസ്ലാമിന്റെ അർത്ഥം സമാധാനം എന്നാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാത്തിനെയും ന്യായീകരിക്കുകയാണ്, അല്ലെങ്കിൽ ചിലർ മൗനമായിരിക്കുകയാണ്. ഈ ഭൂരിപക്ഷം വരുന്ന നല്ല മുസ്ലിം സഹോദരങ്ങളുടെ മൗനമാണ് ആയി വരുന്നത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം, ഈ അഫ്ഗാനിസ്ഥാനിലെ വിഷയം. അഫ്ഗാനിസ്ഥാനിലെ വിഷയം എന്ന് പറയുന്നത് അവര് ശരിക്കും പറഞ്ഞാൽ ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ്. അതായത് അവർക്ക് യാതൊരുവിധ ഇൻകമും ഇല്ല. വിദേശ രാജ്യങ്ങളിലെ സഹായധനം കിട്ടി അത് കുറെ ഉപയോഗിക്കുക, മറ്റത് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കി എടുക്കാനും ഇവർക്ക് ആയുധങ്ങൾ ശേഖരിക്കാനും അവരുടെ മറ്റു കാര്യങ്ങൾക്കുമായി പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നിന്റെ ഉൽപാദനമാണ്. അപ്പൊ ഇതിലൂടെ രണ്ട് ലക്ഷ്യങ്ങളാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഏഷ്യൻ രാജ്യങ്ങളിലെയും യുവതി യുവാക്കളെ ഇതിന് അടിമകളാക്കി നശിപ്പിച്ചു കളയുക, ഒപ്പം അതിൽ നിന്നും ധനസമ്പാദനം ചെയ്യുക. അതിന്റെ ഒരു പതിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിൽക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഇത് ഇപ്പോൾ അവസാന കണ്ണികളായ ഒരു ചെറുപ്പക്കാരനെയും ഒരു പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്തു. അവരാണോ ഇത് ഉൽപ്പാദിപ്പിച്ചത്? അല്ല. അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് കൊണ്ട് കൊടുത്തതാണോ? ഒരിക്കലും ആയിരിക്കില്ല. 1, 2, 3 കൈവരികൾ മറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ചെറുക്കനെയും ഈ പെൺകുട്ടിയെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടുന്നാ വരുന്നത്, അവർക്ക് ആരാണ് കൊടുത്തതെന്ന് അറിയാൻ പറ്റും. അവനെ പിടികൂടി കഴിഞ്ഞാൽ അവൻ ആരാണ് കൊടുത്തതെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും പിടികൂടിയതായിട്ട് നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു പ്രയോജനവും ഇല്ലാതായി മാറുന്ന അവസ്ഥയിൽ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ പിതാക്കന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് സ്വന്തം പള്ളിക്കുള്ളിൽ നിന്നാണ് പറഞ്ഞത്, സ്വന്തം ജനത്തോടാണ് പറഞ്ഞത്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ മാറ്റം എന്ന് പറയുന്നത് ഈ ഏഷ്യ ഭൂഖണ്ഡത്തിനെന്നല്ല, ലോകത്തിന് മുഴുവൻ, ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ്. അവർ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിന്റെ രണ്ട് ഇതാണ്. അന്യമതസ്ഥരായിട്ടുള്ള കാഫിറുകളായിട്ടുള്ള യുവതി യുവാക്കളെ ഒരു ഇതുമില്ലാത്ത മയക്കുമരുന്നിന് അടിമകളാക്കി അവരുടെ ജീവിതം നശിപ്പിക്കുക, വരും തലമുറയും ഇല്ലാണ്ടാക്കുക, ഒപ്പം അവരുടെ ഇതിൽ നിന്നും ധനസമാധാനം ഉണ്ടാക്കുക, മതം വളർത്തുക. ഇതാണ് താലിബാന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ ഇരകളായി മാറുകയാണ് നമ്മൾ. ഇത് ഒരു ഇരുതല വാളാണ്. ഇത് നാളെ ഈ മുസ്ലിം സമുദായത്തിന് നേരെ തന്നെ തിരിഞ്ഞു വരും.
അപ്പോൾ ആദ്യം ഇതിനെ പ്രതിരോധിക്കേണ്ടതും ഈ ഇത്തരം മയക്കുമരുന്നുകൾ വിൽക്കുന്നവരെയും ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നവരെയും നിരുത്സാഹപ്പെടുത്തേണ്ടത് നല്ലവരായ മുസ്ലിം സഹോദരന്മാരാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ അതേസമയം ഇവരിലുള്ള ഏതാനും ചെറു ശതമാനമായ ഇത്തരം ഗ്രൂപ്പുകളെ കുറിച്ച് പറയുമ്പോൾ അത് മൊത്തത്തിലുള്ള മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ പറയുന്നതാക്കി ഇവരും ചില മാധ്യമങ്ങളും കൂടെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പിതാവിനെതിരെ കേസുമായി പോകുന്നത് പറയുന്നത്. ഇപ്പൊ PC ജോർജ് സാറ് പറഞ്ഞ പോലെ സാറ് എന്താ പറഞ്ഞത്? സാർ ഇലക്ഷൻ സമയത്ത് സാർ എതിർത്തത് തീവ്രവാദ മനോഭാവമുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ്. പക്ഷെ സാറ് അങ്ങനെ പറഞ്ഞപ്പോൾ PC ജോർജ് സാറിനെ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ എതിർക്കുന്നതാക്കി മാറ്റി. എന്നിട്ട് അദ്ദേഹത്തിനെ തോൽപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ പിതാവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാവരും ജാതി മത ഭേദമന്യേ ഒരു സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും പിതാവിന്റെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് പിതാവിനെ ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. ഓക്കെ, വ്യക്തമാണ്. നമ്മുടെ ചർച്ചയെ അവസാനിപ്പിക്കുകയാണ്. സമയപരിമിതി മൂലം നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ലഹരിമരുന്ന്, മയക്കുമരുന്ന് കടത്ത്, അതിൻ്റെ ഒരു ഭീകരത, അത് എത്രമാത്രം സമൂഹത്തെ ബാധിക്കുന്നു എന്ന പ്രസക്തമായ ആശയങ്ങളാണ് ഈ ചർച്ച പങ്കുവച്ചത്. മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ പ്രസ്താവന ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെയല്ല, മറിച്ച് ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില തീവ്ര ശക്തികൾക്കെതിരെയാണ് പിതാവ് പ്രസ്താവിച്ചത്. ഈ ചർച്ചയിൽ വളരെ ക്രിയാത്മകമായി പങ്കെടുത്ത ശ്രീ PC ജോർജ്, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ കെവിൻ പീറ്റർ, ഫാദർ വർഗീസ് പള്ളിക്കാട്ട്, 4 പേർക്കും നന്ദി.